വെൽക്കം ടു A2PSC യൂട്യൂബ് ചാനൽ. ഡിഗ്രി ലെവൽ സ്റ്റേജ് സെക്കൻഡ് എക്സാമിന് വേണ്ടി ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഫസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒന്ന് നോക്കാം. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഇവിടെ തന്നിട്ടുള്ളതിൽ 4 ആൾക്കാരും വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കന്മാരായിരുന്നു. TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഇനി വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924-25 കാലഘട്ടങ്ങളിലാണ് നടന്നത്. വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിൽ 100 മീറ്റർ അകലെ അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നെഴുതിയ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. അയിത്ത ജാതിക്കാരായ അവർണ ഹിന്ദുക്കൾക്ക് ഈ വഴിയിലൂടെ നടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു. സത്യാഗ്രഹ സമയത്ത് നാഗർകോവിലിൽ നിന്നും വൈക്കത്തു നിന്നും ഓരോ ജാഥ പുറപ്പെടുകയും അവ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം മെമ്മോറിയൽ മഹാറാണി സേതു ലക്ഷ്മി ബായിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവും EV രാമസ്വാമി നായ്ക്കരും ഗാന്ധിജിയും പഞ്ചാബിൽ നിന്ന് അകാലികളും വൈക്കത്തെത്തി. അവസാനം അധികൃതരിൽ നിന്നുണ്ടായ വിട്ടുവീഴ്ചകൾക്കനുസരിച്ച് അഹിന്ദുക്കൾ സഞ്ചരിക്കുന്ന അതിർത്തി വരെയും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകപ്പെട്ടു.